ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെരുന്നാളപ്പമാണ്. കാസർഗോഡ് ആരുടെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. കടല കാച്ചത്, കടലപ്പം, വേള കാച്ചത് അങ്ങനെയെല്ലാം പറയാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ ഇങ്ങനെ കഴിക്കാനും കൊതിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല കറുമുറാന്നുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി 1.5 കപ്പ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായി കുതിർത്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് നല്ല കുതിർന്ന് കിട്ടിയ പച്ചരി ആകുമ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടും കിട്ടും. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ തേങ്ങപ്പാലാണ്, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരമുറി തേങ്ങപ്പാലാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചില്ല, നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മുട്ടയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 നുള്ളോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെന്ന് നിർബന്ധമില്ല, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പഞ്ചസാരയും കൂടി ചേർത്താൽ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തത്. അത് നമ്മൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ച് നല്ല സ്മൂത്തായിട്ട് നല്ല തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അടിച്ച് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ലൂസായിട്ടാണ് വേണ്ടത്, നല്ലോണം കട്ടിയാൻ പാടില്ല. ഈ ഒരു രീതി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പോളം പാലാണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഈ ഒരു കടലയാണ്. ഇത് പൊട്ടുകടല എന്നെല്ലാം പറയുന്ന ആ ഒരു കടലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപ്പാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും, ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കടല കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുക, ഒന്നിച്ചിടണ്ട. ഞാനിവിടെ 1/2 കിലോളം കടല എടുത്തിട്ടുണ്ട്, അതുപോലെ മാവ് എടുത്തിട്ടുണ്ട്. മാവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവ് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനനുസരിച്ചിട്ടുള്ള കടലയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടുള്ള മാവാവാൻ പാടില്ല കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു ടൈപ്പുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഒരു പ്രാവശ്യം ഇടേണ്ട കടല മാത്രമേ അതിലിടാവൂ. ഫുള്ളായിട്ട് നമ്മൾ ഇടാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല മണിയായിട്ട് നിൽക്കും. ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ചിലതൊക്കെ കട്ടിയായിട്ടുണ്ടാവും, പ്രശ്നമില്ല. നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെപ്പറേറ്റ് ആക്കാനും പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇനി ഇത് ഒരു ഭാഗത്ത് ഒരു നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലോണം കളറ് മാറാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. കൂടുതൽ കളറ് മാറാൻ നിന്നാൽ കരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കളർ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും നല്ല കളറ് മാറുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഒരുപാട് കളറ് മാറാൻ നിൽക്കണ്ട കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ കളർ മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. നല്ല ക്രിസ്പിയും ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കാസർഗോഡ് ഭാഗത്ത് പെരുന്നാളിൻ്റെ സമയത്ത് ഒരുപാട് ഇതുപോലത്തെ സ്നാക്ക് ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ഒരുപാട് റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. കൊട്ടയപ്പം, വാട്ടുപത്തൽ, പൊരിയപ്പം ഇതൊക്കെ അതിൽ പെട്ട തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.